ഹലോ ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. LLP ആക്ടിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ട്. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് GST ഇൻട്രൊഡക്ഷനും GST കൗൺസിൽ പിന്നെ GST കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ക്ലാസ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കമ്മിറ്റി ടു ഡിസൈൻ GST മോഡൽ അസീം ദാസ് ഗുപ്ത കമ്മിറ്റി. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ആയിരുന്നു അസീം ദാസ് ഗുപ്ത. ഇത് വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 2000-ലായിരുന്നു ഫസ്റ്റ് കമ്മിറ്റി രൂപീകരിച്ചത് GSTക്ക് വേണ്ടി. പിന്നെ GST ഇൻട്രൊഡ്യൂസർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിജയ് കേൽക്കർ കമ്മിറ്റി. രണ്ടാമത് ഒരു കമ്മിറ്റി കൂടി, അതാണ് വിജയ് കേൽക്കർ കമ്മിറ്റി. അത് കേൽക്കർ ടാക്സ് ഫോഴ്സ് എന്നാണ് അറിയപ്പെട്ടത്. അവരാണ് GST റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡർ ഓഫ് GST അമിതാഭ് ബച്ചനാണ്. GST സ്ലോഗൻ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് GST ഫ്രാൻസ് ആണ്, 1954. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ബില്ല് GST ബില്ല് 122 അമെൻമെൻറ്റ് ബിൽ 2014. ഇത് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തത് 19th December 2014. ലോകസഭ പാസ് ചെയ്ത ബിൽ ഓൺ 6th May 2015. രാജ്യസഭ ഓൺ 3rd August 2016 അത് പാസ് ചെയ്ത്. ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയാണ് ബില്ല് സബ്മിറ്റ് ചെയ്തത്. രാജ്യസഭ അമെൻഡഡ് ബില്ല് പാസ് ചെയ്തത്, ലോകസഭ അമെൻഡഡ് ബില്ല് പാസ് ചെയ്തത് 8th August 2016. ഒരു ബില്ല് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടുമ്പോഴാണ് അത് ആക്ട് ആവണത്. പ്രണബ് മുഖർജിയാണ് GST ആക്ട് സൈൻ ചെയ്തത്. അത് 8th September 2016 സൈൻ ചെയ്തത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 101 അമെൻമെൻറ്റ് ആക്ട് 2016 ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് 101 അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 8th September 2016 GST പ്രസിഡൻറ്റ് അസെൻറ്റ് ചെയ്തത്. പ്രണബ് മുഖർജിയാണ് ഇത് GST ആക്ട് സൈൻ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഇയറിൽ 27th March 2017 CGST ബില്ല്, UTGST ബില്ല്, GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ബില്ല് ഇതെല്ലാം ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സെയിം ലോകസഭയിൽ പാസ് ചെയ്തത് 29th March 2017. അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സൈൻ കിട്ടിയത് 12th April 2017. 30th June 2017 ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ പാസ്ഡ് ദ റെസ്പെക്റ്റീവ് SGST ആൻഡ് UTGST ആക്ട്. എന്നിട്ട് 30th June എല്ലാവരും ആക്ട് അക്സെപ്റ്റ് ചെയ്തു. ഒരു സ്റ്റേറ്റിന് ഒരു SGST ആക്ട് ഉണ്ട്, യൂണിയൻ ടെറിട്ടറിക്ക് UTGST ആക്ട് ഉണ്ട്. 1st July 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 8th July GST ജമ്മു ആൻഡ് കാശ്മീരിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത്, അവരും കൂടി അക്സെപ്റ്റ് ചെയ്ത്. ജമ്മു ആൻഡ് കാശ്മീർ അക്സെപ്റ്റ് ചെയ്തത് 8th July. ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് September 2016. അമിത് മിത്ര ദ ഫസ്റ്റ് GST സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ. ഫസ്റ്റ് പാനൽ ചെയർമാൻ ആയിരുന്നു അമിത് മിത്ര. ഫസ്റ്റ് പാനൽ ചെയർമാൻ ഓഫ് GST സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ GST ഡേ ആയിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് 1st July ആണ്. ഇന്ത്യ അഡോപ്റ്റഡ് ഡുവൽ GST മോഡൽ. അത് കാനഡയുടെ ബേസിസിലാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തേക്കണം. ഡുവൽ GST മോഡലാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തേക്കണം. ബ്രസീൽ ഓൾസോ ഡുവൽ മോഡലാണ്. Under dual system, GST is levied by both federal and state governments. GST ആക്ടിൽ കവർ ചെയ്തേക്കണ 28 സ്റ്റേറ്റും പിന്നെ 3 യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ ആൻഡ് 5 യൂണിയൻ ടെറിട്ടറി, മൊത്തം 36. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GSTNൽ 15 ഡിജിറ്റ്സ് ഉണ്ട്. ആ GST നമ്പറിൽ 15 ഡിജിറ്റ് ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ഡെഫിനേഷനിൽ GST ആക്ടിൽ ഏരിയ അപ് ടു 200 nautical miles ഇൻസൈഡ് ദ സീ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കരയിൽ നിന്ന് 200 nautical ഉള്ളിൽ സർക്കിളിൽ ഇന്ത്യയുടെ പരിധിപ്പെടും, GST പരിധിപ്പെടും. ഏരിയ അപ് ടു 12 nautical miles ഇൻസൈഡ് ദ സീ ഈസ് ദ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി വിച്ച് ഈസ് നിയറസ്റ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിൻ്റെ അവിടെ നിന്ന് 12 nautical milesൻ്റെ പരിധിയിൽ വരുന്നത്, അതിൻ്റെ പവറുള്ളത് GST ലെവി ചെയ്യാനുള്ള പവറുള്ളത് ആ കേരളത്തിനാണ്. എന്നുവെച്ചാൽ 12 nautical milesൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഓരോ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ പരിധി. 12ൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് GST ലെവി ചെയ്യാനുള്ള പവർ.
പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി. ജി എസ് ടി ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈ, continuous chain of tax credit, burden borne by final consumer, no cascading of tax. GST is a comprehensive tax structure covering both the goods and services. GST is a destination based tax. അടുത്തതാണ് സി ജി എസ് ടി. സി ജി എസ് ടിയുടെ ഫുൾ ഫോം സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്നതാണ് സി ജി എസ് ടി. അടുത്തത് എസ് ജി എസ് ടി, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് ലെവിഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് പിന്നെ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ. അടുത്തത് യു ടി ജി എസ് ടി. യു ടി ജി എസ് ടി ലെവി ചെയ്യണത് യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ലെജിസ്ലേച്ചർ ഓൺ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ മൊത്തം പിന്നെ ഐ ജി എസ് ടി ആക്ട് ഉണ്ട്. ഐ ജി എസ് ടി ആക്ട് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് ചാർജ് ചെയ്യണത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഡെഫിനേഷനാണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആർ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ നടത്തുന്നതിന്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ട്രാൻസാക്ഷൻ നടത്തി, അത് ഇൻട്രാസ്റ്റേറ്റ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ട്രാൻസാക്ഷൻ നടത്തി, അത് ഇൻട്രാസ്റ്റേറ്റ് ആണ്. അടുത്തത് ഇൻ്റർസ്റ്റേറ്റ്. ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആർ ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് or two different union territories or a state and a union territory. അത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളം തമിഴ്നാടായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നത്, അത് ഇൻ്റർസ്റ്റേറ്റ് ആണ്. പിന്നെ കേരളം ഇപ്പോൾ ഡൽഹി യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ കേരളം ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി. പിന്നെ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് തമ്മിൽ, ഇപ്പോൾ പുതുച്ചേരി ഡൽഹി യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഡൽഹി പെടില്ല, അവർക്ക് ഓൺ ലെജിസ്ലേച്ചർ ഉണ്ട്. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ മറ്റേ ലഡാക്ക്, മറ്റേ ആൻഡമാൻ നിക്കോബാർ, അതൊക്കെ. പിന്നെയുള്ള ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് ടു ഐ ജി എസ് ടി ആണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഐ ജി എസ് ടി ഇസ് എ സം ഓഫ് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി ഓർ യു ടി ജി എസ് ടി ആൻഡ് ഇറ്റ് ഈസ് ലെവിഡ് ബൈ സെൻറ്റർ ഓൺ ഓൾ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ്. ഐ ജി എസ് ടി ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ കേരളവും തമിഴ്നാട്ടിലും, അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ ഐ ജി എസ് ടി ആണ് വരുന്നത്. അടുത്തതാണ് യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ലെജിസ്ലേച്ചർ. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്നാണ്. അതൊന്ന് ആൻഡമാൻ നിക്കോബാർ ഐസ്ലൻഡ്, ലക്ഷദ്വീപ്, ലഡാക്ക്, ദാരാൻ നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു ആൻഡ് ചണ്ഡീഗഡ് ആർ ഗവേൺഡ് ബൈ യു ടി ജി എസ് ടി ആക്ട്. അപ്പോൾ 5 യൂണിയൻ ടെറിട്ടറിയാണ് ഇന്ത്യയിലുള്ളത് വിത്തൗട്ട് ലെജിസ്ലേച്ചർ. പിന്നെ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ഓൺ ലെജിസ്ലേച്ചർ, പിന്നെ ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ഇവർക്ക് സ്വന്തമായിട്ട് ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പോൾ അവർക്ക് എസ് ജി എസ് ടി ആക്ടാണ് ആപ്ലിക്കബിൾ ആവണം. ജി എസ് ടിയുടെ ഡെഫിനേഷനിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനിൽ സ്റ്റേറ്റ് കവർ ചെയ്തേക്കണം സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ഓൺ ലെജിസ്ലേച്ചർ. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് എന്ന ഡെഫിനേഷനിൽ കവർ ചെയ്തേക്കണം. അപ്പോൾ അവർക്ക് വന്നേക്കണം എസ് ജി എസ് ടി ആണ്, യു ടി ജി എസ് ടി അല്ല. കാരണം ഇവർക്ക് ഓൺ ലെജിസ്ലേച്ചർ ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ഓൺ ലെജിസ്ലേച്ചർ. അടുത്തത് HSN കോഡ്. HSN ഈസ് എ 6 ഡിജിറ്റ് കോഡ്. HSNൻ്റെ ഫുൾ ഫോം ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇത് ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യാനാണ് HSN കോഡ് ഉപയോഗിക്കുന്നത്. ഈ HSN കോഡ് ഡീറ്റെയിൽസ് ഉള്ളത്, റേറ്റ്സ് ഒക്കെ ഉള്ളത് ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഇതിൻ്റെ റേറ്റ്സ് ഉള്ളത്. പിന്നെ നമ്മൾ സർവീസസിന് ഉപയോഗിക്കുന്ന കോഡ് SAC, സർവീസ് അക്കൗണ്ടിങ് കോഡ്. അത് സർവീസസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് SAC ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് സ്റ്റേറ്റ്സിനെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആക്കി പറഞ്ഞിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 279 4G പ്രകാരമാണ് അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കണം. ആ 11 സ്റ്റേറ്റ്സ് ഓർത്തിരിക്കാൻ വേണ്ടി ഹ്യൂമൻസ് ഓഫ് ത്രിപുര ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, അത് ഷോർട്ട് ഫോമാണ്. ഇതിൽ H സ്റ്റാൻഡ്സ് ഫോർ ഹിമാചൽ പ്രദേശ്, U ഉത്തരാഖണ്ഡ്, M സ്റ്റാൻഡ്സ് ഫോർ മണിപ്പൂർ, മേഘാലയ, മിസോറാം, A സ്റ്റാൻഡ്സ് ഫോർ അരുണാചൽ പ്രദേശ്, ആസാം, N ഫോർ നാഗാലാൻഡ്, പിന്നെ S സിക്കിം, ഓഫ് ത്രിപുര ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആക്കിയിട്ടുണ്ട്, പക്ഷേ അത് ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് രജിസ്ട്രേഷൻ. എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന്, GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. ഇത് പറയുന്നത് വെച്ചാൽ
Every supplier of goods or services is required to obtain registration in state or union territory from where he makes the taxable supply if his aggregate turnover exceeds the threshold limit during the financial year. അപ്പോൾ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ പറഞ്ഞിട്ടുണ്ട്. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വെച്ചാൽ ടോട്ടൽ സെയിൽസ് അങ്ങനെ അത് അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ വേർഡ് മാത്രം ഓർത്തിരിക്കുക. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇത്ര എമൗണ്ടിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 2-3 ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വിത്ത് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 10 lakhs ഫോർ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഒരു സ്ഥലത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ 10 lakhs എബോവ് അഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakhs എബോവ് ആയിട്ടുണ്ടെങ്കിൽ ഈ 4 സ്റ്റേറ്റിലും രജിസ്ട്രേഷൻ എടുക്കണം. ഇപ്പം മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഇതിപ്പോൾ ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. നേരത്തെ കേസിൽ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലെ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 10 ലക്ഷം വരുന്ന ലിമിറ്റ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര ഈ 4 സ്റ്റേറ്റ് മാത്രമേ ഈ 10 lakh ലിമിറ്റ് ഉള്ളൂ. അപ്പോൾ ഇപ്പം മണിപ്പൂരിൽ ഒരു ബിസിനസ്മാൻ നടത്തി അയാളുടെ സെയിൽസ് 10 lakh എബോവ് വന്നിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ അടുത്ത കേസിൽ സ്റ്റേറ്റ് വിത്ത് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 20 lakhs ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്സിൽ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ വാല്യൂ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakh എബോവ് ആയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം. അത് അരുണാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന. ഈ കേസസിൽ 20 ലക്ഷമാണ് ലിമിറ്റ്, ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിത്ത് ത്രെഷോൾഡ് ലിമിറ്റ് 20 lakhs ആൻഡ് ഫോർ സർവീസസ് ആൻഡ് 40 lakhs ഫോർ ഗുഡ്സ്. അപ്പോൾ ഇതിനകത്ത് സർവീസസിന് 20 lakhs ഗുഡ്സിന് 40 lakhs. ഈ ഗുഡ്സ് എന്ന് പറയുന്നത് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എക്സ്ക്ലൂസീവ് ഇൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റോ യൂണിയൻ ടെറിട്ടറിയോ അതിൻ്റെ അകത്തായിരിക്കണം. അതിൻ്റെ അകത്ത് ഇപ്പോൾ കേരളമാണെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് മാത്രം ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 40 lakhs ആണ്. അപ്പോൾ ആ ലിമിറ്റിൽ വന്നേക്കാണ് ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഹിമാചൽ പ്രദേശ് ആൻഡ് ഓൾ അതർ സ്റ്റേറ്റ്. അപ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഹിമാചൽ പ്രദേശ് ആൻഡ് ഓൾ അതർ സ്റ്റേറ്റ്സ് ഇതെല്ലാം കവർ ചെയ്തേക്കാണ്. സർവീസസിന് 20 ലക്ഷവും ഗുഡ്സിന് 40 lakhs. ഈ 40 lakhs എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ്മാന് സർവീസസ് 10 ലക്ഷമുള്ളൂ ആൻഡ് ഗുഡ്സിൻ്റെ സപ്ലൈ 30 lakhs ഉണ്ട്. അപ്പോൾ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണ്ട. കാരണം സർവീസസിന് 20 ലക്ഷം ലിമിറ്റ് ഉണ്ട്, ഗുഡ്സിന് 40 ലക്ഷം വരെ ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആ ബിസിനസ്മാൻ ഇൻ്റർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് സപ്ലൈ നടത്തണമെങ്കിൽ അത് 20 ലക്ഷമാണ്, മിനിമം 20 ലക്ഷം. ഈ കാറ്റഗറിയിൽ പെടും, 20 lakh എന്ന കാറ്റഗറിയിൽ പെടും. അടുത്തതാണ് സെറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടാക്സ് അടക്കുമല്ലോ, ആ ടാക്സിനാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ആ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന ടാക്സ് നമുക്ക് ബെനിഫിറ്റ് കിട്ടും, അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മൾ നെറ്റ് ടാക്സാണ് എപ്പോഴും പേ ചെയ്യണം. കാരണം നമ്മൾ സെയിൽ നടത്തുമ്പോൾ ഒരു GST ഉണ്ടല്ലോ, ആ സെയിൽ നടത്തുന്നതിൻ്റെ GSTന്ന് ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്തേക്കുന്ന GST കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് അടക്കണം. അതിനാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സെറ്റ് ഓഫ് ചെയ്യണത് ഇതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ IGST. ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ കേരളത്തിൽ ബിസിനസ് നടത്തണം, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് IGST ആയിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ ആ IGST എന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് എനിക്ക്. അതെനിക്ക് ക്ലെയിം ചെയ്യാം. കാരണം ഞാൻ സെയിൽ നടത്തുമ്പോൾ ഞാനിപ്പോൾ ഒരു 100 രൂപയ്ക്ക് എനിക്ക് ടാക്സ് അടക്കാനുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് എനിക്ക് ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ IGST എനിക്ക് 50 രൂപയുണ്ട്. അപ്പോൾ ഞാൻ 100ൽ നിന്ന് 50 കുറച്ചിട്ട് ബാക്കി 50 രൂപയെ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടക്കോളൂ. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് യൂട്ടിലൈസ് ചെയ്യണ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതാണ് IGST. എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് ആദ്യം ഉള്ളത് നമ്മൾ IGST ആണ്. അപ്പോൾ 3 എണ്ണം ഉണ്ടല്ലോ, IGST, CGST, SGST. ഫസ്റ്റ് നമ്മൾ IGST ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് IGST credit should be utilized towards IGST payment, then it towards payment of CGST, and then after and SGST, UTGST or any order or any proportion. ഈ കേസ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ IGST ആണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് IGST ലയബിലിറ്റി ഉണ്ട്, എനിക്ക് ക്രെഡിറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി IGST ഉണ്ടെങ്കിൽ എനിക്ക് CGSTയിലോട്ടോ SGSTയിലോട്ടോ യൂട്ടിലൈസ് ചെയ്യാം. യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറക്കാം. ഇപ്പോൾ എനിക്ക് IGST ഒരു 100 രൂപയുണ്ട്, IGST പേയ്മെൻറ്റ് ടാക്സ് ലയബിലിറ്റി ഇല്ല.
അപ്പോൾ എനിക്ക് ഈ 100 രൂപയിൽ നിന്ന് CGST-ലോട്ട് ഒരു 50 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ SGST-ലോട്ട് വേണമെങ്കിൽ 100 രൂപ തന്നെ CGST കൊടുക്കാം, അല്ലെങ്കിൽ SGST-യിൽ 100 കൊടുക്കാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എടുക്കാം, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ആഫ്റ്റർ ദ എൻറ്റയർ ITC ഓഫ് IGST is utilized, ITC of CGST should be utilized for payment of CGST, then IGST in that order. അപ്പോൾ ആദ്യം IGST യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് CGST ഇൻപുട്ട് ഉണ്ട്. CGST ഇൻപുട്ട് ഞാൻ ചെയ്യേണ്ടത് ആദ്യം CGST സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ അത് IGST-ലോട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ അടുത്തതുള്ളത് SGST ഇത് തന്നെയാണ്. HCC UTGST ഇത് തന്നെയാണ്. ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ SGST യൂട്ടിലൈസ് ചെയ്യണം, അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ IGST യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, CGST ITC ഓഫ് CGST cannot be utilized for payment of SGST or UTGST. എന്നുവെച്ചാൽ CGST ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് IGST ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ SGST ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈസ് വെർസ. പിന്നെയുള്ള പറഞ്ഞേക്കണം ITC ഓഫ് SGST or UTGST ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് IGST only after ITC ഓഫ് CGST ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഫുള്ളി. ഇതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ കേസിൽ ഈ CGST-യിലെ ഫുള്ള് ഇപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഫുള്ള് IGST-ലോട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഈ SGST IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അടുത്തതാണ് കോമൺ GST ഇലക്ട്രോണിക് പോർട്ടൽ. നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ www.gst.gov.in ആണ് GSTയുടെ വെബ്സൈറ്റ്. ഇത് മാനേജ് ചെയ്യണം GST-നാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. GST ഈസ് എ സെക്ഷൻ 8 കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനി എന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. കമ്പൈൻഡ് സ്റ്റേക്ക് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ GST ഈസ് 49%, 24% ഈച്ച്, 24.5% ഈച്ച്. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും 49% ഷെയർ ഉണ്ട് GSTN ഈ കമ്പനിയിൽ. ബാക്കി പ്രൈവറ്റ് കമ്പനീസിനാണ് ഹോൾഡിംഗ് ഉള്ളത്. ബാക്കി 51% പ്രൈവറ്റ് കമ്പനീസാണ്. പിന്നെ ഇ-വേ ബില്ല് സെറ്റപ്പ് ഉണ്ട്. ഇ-വേ ബില്ല് ചെയ്യണത് അത് മാനേജ് ചെയ്യണ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്ററാണ്, NIC ആണ്. GSTN അല്ല, NIC ആണ്. പിന്നെ അടുത്താണ് GST സുവിധ പ്രൊവൈഡേഴ്സ്. ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് GSTN. ഇതെന്ന് വെച്ചാൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ടാക്സ് പെയറിൻ്റെ GSTൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് GST സുവിധ പ്രൊവൈഡേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ്മാൻ GST പ്രൊവൈഡറിനെ സമീപിക്കും, എന്നിട്ട് ആ GST പ്രൊവൈഡർ GSTനിലോട്ട് സബ്മിറ്റ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ബിസിനസ്മാൻ GSTയിൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, ഒരു GST പ്രാക്ടീഷണർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു GST എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. പിന്നെ അടുത്തതാണ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സ്, ASP. എന്ന് വെച്ചാൽ ഓരോ ആപ്ലിക്കേഷനാണെന്ന് വെച്ചാൽ ഇത് ലിങ്ക് ബിറ്റ്വീൻ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് GST. എന്നുവെച്ചാൽ ഈ ടാക്സ് പെയറിൻ്റെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ ആപ്പ് വഴി ഈ പ്രൊവൈഡ് ചെയ്യാൻ ഈസി എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സ് ഉള്ളത്. പിന്നെ അടുത്ത GST കോമ്പൻസേഷൻ സെസ്. കോമ്പൻസേഷൻ സെസ് എന്ന് വെച്ചാൽ GST വന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്ന കുറേ ടാക്സസ് ഒക്കെ ഉണ്ടായി. ഈ ലക്ഷറി ടാക്സ് അങ്ങനത്തെ കുറേ ടാക്സ് നമ്മുടെ ഗവൺമെൻറ് നഷ്ടം വന്നല്ലോ. അപ്പോൾ ആ ലോസ് സെസ്സായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. എത്രയാണ് ലോസ് വന്നത് കൊടുക്കും. അത് മിനിമം 5 ഇയർ ഫ്രം ദ SGST ആക്ട് ഇൻ ഫോഴ്സ്. ഇപ്പോൾ 2017 SGST ആക്ട് വന്നത്. അപ്പോൾ 5 വർഷം, അപ്പോൾ 2022 ജൂലൈ ആകുമ്പോൾ ഇത് സെസ് തീരും. പിന്നെ അടുത്തത് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ഈസ് ഔട്ട്സൈഡ് ദ റിലീം ഓഫ് GST. ഇപ്പോൾ GSTയിൽ കൊണ്ടുവരാത്ത ഒരേ ഒരു ഐറ്റമാണ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ലിക്കർ ഈ GST പരിധിയിലേ വന്നിട്ടില്ല. പെട്രോളിയം ബാക്കിയുള്ള ഡീസൽ ആ കേസൊക്കെ GSTയുടെ പരിധിയിലാണ്, പക്ഷേ ഇതുവരെ GSTയിലോട്ട് വന്നിട്ടില്ല എന്നുള്ളത്. അത് GST ആക്ടിൻ്റെ ഗുഡ്സിൻ്റെ പരിധിയിൽ പെട്രോളിയമൊക്കെ വരും, പക്ഷേ GST ആക്ട് ഇതുവരെ എനേബിൾ ആയിട്ടില്ല എന്നുള്ള റേറ്റ്. പക്ഷേ ഈ ആൽക്കഹോൾ ലിക്കർ GSTയുടെ പരിധിയിലേ ഇല്ല. ആൽക്കഹോളിക്ക് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും വാറ്റുമാണ് ആപ്ലിക്കബിൾ. പിന്നെ ടുബാക്കോ ഈ സബ്ജക്റ്റ് GSTയും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ടുബാക്കോന് GSTയും ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. അടുത്തത് ഒപ്പിയം, ഇന്ത്യൻ ഹെമ്പ്, പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ്.
ഇതെല്ലാത്തിനും ജി എസ് ടിയും ഉണ്ട്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഔട്ട്സൈഡ് ദ ആംബിറ്റ് ഓഫ് ജി എസ് ടി ആണ്, ഷെഡ്യൂൾ 3. അതൊക്കെ നെക്സ്റ്റ് പറയാം, ഷെഡ്യൂൾ 3 എന്താണെന്നൊക്കെ. പിന്നെ ടാക്സസ് ആർ സബ്സ്യൂംഡ്. വിച്ച് ആർ ദ ടാക്സസ് ആർ സബ്സ്യൂംഡ് അണ്ടർ ജി എസ് ടി. ജി എസ് ടി വന്നപ്പോൾ ഇത്രയും ടാക്സസ് എല്ലാം പോയി. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പോയി, സർവീസ് ടാക്സ് പോയി, സെൻട്രൽ സെയിൽസ് ടാക്സ് പോയി, ലക്ഷറി ടാക്സ് പോയി. പിന്നെ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സിൽ എക്സെപ്റ്റ് ദോസ് ലെവിഡ് ബൈ ലോക്കൽ ബോഡീസ് എന്ന് വെച്ചാൽ ലോക്കൽ ബോഡീസ് ഇപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമ തിയേറ്ററിന് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്, അതൊക്കെ ലോക്കൽ ബോഡി ചെയ്യുന്നതാണെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ അടുത്തത് ഇന്ത്യ എ 3-tier ഫെഡറൽ സ്ട്രക്ചർ കംപ്രൈസിങ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ടു ലെവി ആൻഡ് കളക്ട് ടാക്സ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരമാണ് പവർ ടു ലെവി ആൻഡ് ടാക്സ്. ഇവ എന്തെങ്കിലും നോട്ട് കൺഫോർമേറ്റ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയിട്ടുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ് ആണ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇല്ലീഗൽ ആൻഡ് വോയിഡ്. അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്? ഫസ്റ്റ് ആർട്ടിക്കിൾ 265. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 265 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ആർബിട്രറി കളക്ഷൻ ഓഫ് ടാക്സ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് നോ ടാക്സ് ഷാൽ ബി ലെവിഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് അതോറിറ്റി ഓഫ് ലോ. ടാക്സ് കളക്ട് ചെയ്യാൻ അതോറിറ്റി കൊടുക്കുന്നത് ആർട്ടിക്കിൾ 265 പ്രകാരമാണ്. അടുത്തത് ആർട്ടിക്കിൾ 245. Article 245, Part 11 of the Constitution deals with the relationship between Union and States. The power of enacting the laws is conferred on the Parliament and Legislature of State by Article 245 Constitution. എന്നുവെച്ചാൽ സ്റ്റേറ്റിനും പാർലമെൻറ്റിനും പവർ കൊടുക്കുന്നത് 245 ആണ്, ഈ റിലേഷൻഷിപ്പ് പറഞ്ഞത്. അടുത്തതാണ് ആർട്ടിക്കിൾ 246. 246ലാണ് നമ്മൾ ഏതൊക്കെ ലിസ്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് തിരിച്ചേക്കണം. ദ 7th ഷെഡ്യൂൾ ഓഫ് ആർട്ടിക്കിൾ 246. ഇത് 3 ലിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് 1, ഇതിൽ യൂണിയൻ ലിസ്റ്റ്. ഇതിനകത്ത് പറയണം സെൻട്രൽ ഹാവ് ദ പവർ ടു മേക്ക് ലോസ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെട്ടാണ് ട്രാൻസാക്ഷൻസിന് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ. അടുത്തത് ലിസ്റ്റ് 2, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടേക്കണ ഗുഡ്സിനും സർവീസസിനും സ്റ്റേറ്റ് ആണ് പവർ ഉള്ളത്. അടുത്തത് ലിസ്റ്റ് 3. ലിസ്റ്റ് 3 കൺഗ്രന്റ് ലിസ്റ്റാണ്. കൺഗ്രന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഹാവ് ദ പവർ ടു മേക്ക് ലോസ്. രണ്ടുപേർക്കും പവർ ഉണ്ട്. പിന്നെ പാർലമെൻറ്റ് ഹാസ് ഫർദർ പവർ ടു മേക്ക് എനി ലോ ഫോർ എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് നോട്ട് കംപ്രൈസ്ഡ് ഇൻ എ സ്റ്റേറ്റ് ഈവൻ ഇഫ് സച്ച് എ മാറ്റർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. പാർലമെൻറ്റിന് ഫർദർ പവർ ഉണ്ട് ലോ ക്രിയേറ്റ് ചെയ്യാൻ. അടുത്തതാണ് ആർട്ടിക്കിൾ 246A. ഇത് ലേറ്റസ്റ്റ് ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഗ്രാൻഡ് പവർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു GST ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആൻഡ് സച്ച് സ്റ്റേറ്റ്. എന്നുവെച്ചാൽ ആർട്ടിക്കിൾ 246A ആണ് പവർ കൊടുക്കുന്നത്. ഇപ്പോൾ CGST ആക്ട്, ഓരോ സ്റ്റേറ്റിനും ഓരോ ആക്ട് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പവർ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 246A ആണ്. എന്നുവെച്ചാൽ സെൻട്രലിനും സ്റ്റേറ്റിനും സൈമൾട്ടേനിയസ് ആയിട്ട് ലോ മേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. അടുത്തതാണ് GST കൗൺസിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിനെ ഫോം ചെയ്തേക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. ദ പ്രസിഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിൻറ്റ് ഫോം ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് നേവലി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ. ഇത് ഫോം ചെയ്തേക്കണ പ്രസിഡൻ്റാണ്. ഇത് പ്രൊവിഷൻ കെയിം 12th സെപ്റ്റംബറിനാണ് ഇത് ഫോം ചെയ്തത്, പ്രൊവിഷൻ വന്നത്. ആൻഡ് പ്രസിഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് GST കൗൺസിൽ ഓൺ 15th September 2016. 15th സെപ്റ്റംബറിനാണ് പ്രസിഡൻറ്റ് ഫസ്റ്റ് ഇത് GST കൗൺസിൽ ആക്ട് കൊണ്ടുവന്നത്. പിന്നെ ഹെഡ് ഓഫീസ് വിജയ് ഭവൻ, ന്യൂഡൽഹി. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ GST കൗൺസിൽ 33 പേരാണ്. പിന്നെ GST കൗൺസിലിൻ്റെ മെമ്പേഴ്സ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇസ് ദ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നിർമ്മല സീതാരാമനാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് മിനിസ്റ്റർ ഇസ് ദ മെമ്പർ. അനുരാഗ് സിംഗ് താക്കൂർ, ഇപ്പോഴത്തെ അനുരാഗ് സിംഗ് താക്കൂറാണ്. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓഫ് എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ദ മെമ്പേഴ്സ്. ഇപ്പോൾ കേരളത്തിൻ്റെ KN ബാലഗോപാലാണ്. എന്നുവെച്ചാൽ ഓരോ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അംഗങ്ങളാണ്. അപ്പോൾ ടോട്ടൽ മറ്റേ 28 സ്റ്റേറ്റും 3 യൂണിയൻ ടെറിട്ടറി, അപ്പോൾ മൊത്തം 31 പ്ലസ് ഈ 2 പേര്, അപ്പം 33. അങ്ങനെയാണ് ഈ 33 കിട്ടിയത്. പിന്നെ കോറം എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സാണ് കോറം. പിന്നെ എവരി ഡിസിഷൻ ഓഫ് GST കൗൺസിൽ ഷാൽ ബി ടേക്കൺ അറ്റ് എ മീറ്റിംഗ് ബൈ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദി വെയ്റ്റഡ് വോട്ട്സ് വേണം. അപ്പോൾ 75% വോട്ട് ഉണ്ടെങ്കിൽ ഒരു GST കൗൺസിലിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വോട്ടിന് വെയിറ്റേജ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് വോട്ടിന് 1/3% ആണ്,
പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് 2/3 ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇതാണ്. എന്നുവെച്ചാൽ ജി എസ് ടി കൗൺസിലിൽ 31 മെമ്പേഴ്സ് ഉണ്ട്, 2 യൂണിയൻ മെമ്പേഴ്സും 31 സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും. അപ്പോൾ യൂണിയൻ സെൻട്രലിൻ്റെ പവർ വോട്ട് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് 1/3 ആണ്. അപ്പോൾ ഈ 2ൻ്റെ 33%, 30% 1/3, അപ്പോൾ 2 പേരാണ്. അപ്പോൾ ഒരാൾക്ക് 16.16% ഉണ്ട്, ഒരാൾക്ക് ഒരു ഫിനാൻസ് യൂണിയൻ മെമ്പറിന്. പിന്നെ 31 സ്റ്റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ 66%, 2/3. അതേ ഡിവൈഡ് ബൈ 31 ചെയ്യുമ്പോൾ 2% കിട്ടും. അപ്പോൾ ഒരു ഫിനാൻസ് മിനിസ്റ്ററിന് 2% ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇത് 75% ആകണം. എന്നുവെച്ചാൽ ഇപ്പോൾ 2 പേര് സപ്പോർട്ട് ചെയ്ത് അത് 31%ആയി. ഇപ്പോൾ ഒരാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 2% കൂടും, അപ്പോൾ 35%, പിന്നെ 37, അങ്ങനെ കൂടി 75% ആവണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞത് വെയ്റ്റഡ് വോട്ട് ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ 31 മെമ്പേഴ്സിൻ്റെ ആദ്യം, പക്ഷേ പ്രസൻറ്റ് ചെയ്തെങ്കിൽ 26 അല്ലെങ്കിൽ ആ വെയിറ്റേജ് മാറും. നേരത്തെ 2 ആയിരുന്നു, ഇപ്പോൾ 26 ആകുമ്പോൾ 66 ഡിവൈഡ് ബൈ 26 ചെയ്യുമ്പോൾ 2.5 ആവും വെയിറ്റേജ്. അപ്പോൾ അങ്ങനെ ഈ 2.5 എല്ലാം കൂടി കൂട്ടുമ്പോൾ 75% കിട്ടിയാൽ മതി. കോറം എന്ന് പറയുന്നത് ഹാഫാണ്, അപ്പോൾ 17 മെമ്പേഴ്സ്, 33 ഉണ്ട്, അപ്പോൾ അതിൻ്റെ പകുതി 17 മെമ്പേഴ്സ്. കോറം വേണമെങ്കിൽ 17 മെമ്പേഴ്സ് ആവണം. പിന്നെ ഈ 279 എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലിൻ്റെ ഇത് ആർട്ടിക്കിൾ 279 അമെൻഡ് ചെയ്യണമെങ്കിൽ 2/3 ഓഫ് ദി മെജോറിറ്റി ഇൻ ഈച്ച് ഹൗസ്, എന്നുവെച്ചാൽ ലോകസഭയിലും രാജ്യസഭയിലും 2/3. പിന്നെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഷുഡ് ബി റാറ്റിഫൈഡ് ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ്. എങ്കിൽ മാത്രമേ ഈ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 279 ജി എസ് ടി കൗൺസിൽ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ജി എസ് ടി കൗൺസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ 75% ഓഫ് ദി മെജോറിറ്റി വേണം ഹൗസ് ഓഫ് പാർലമെൻറ്റിൽ. പിന്നെ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് റാറ്റിഫൈ ചെയ്യണം സ്റ്റേറ്റ്സ്. പിന്നെ അടുത്തത് ആർട്ടിക്കിൾ 248. ആർട്ടിക്കിൾ 248 grants residuary powers to Parliament to make laws with respect to any matter not enumerated in the concurrent list or state list. എന്നുവെച്ചാൽ പാർലമെൻറ്റിന് എപ്പോഴും പവറുണ്ട്, ഒരു ലിസ്റ്റിലും പെടാത്ത ഐറ്റംസിന് കൺട്രോൾ ചെയ്യാൻ, ലോസ് മേക്ക് ചെയ്യാൻ പാർലമെൻറ്റിന് പവറുണ്ട്. പിന്നെ അടുത്തത് 254 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് പാർലമെൻറ്റിന് സുപ്രമസി പവർ കൊടുക്കണേ. ഇപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്ന് സ്റ്റേറ്റും യൂണിസ്റ്റ് പാർലമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ലോയിൽ പല ഡിഫറൻസോ ഇൻകൺസിസ്റ്റൻസോ വന്നിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ് പറഞ്ഞതേ നിലനിൽക്കുള്ളൂ. പിന്നെ അടുത്തത് ആർട്ടിക്കിൾ 269 പറയുന്നത് ഇന്റർ സ്റ്റേറ്റിനെ പറയുന്നത് GST on supplies in the course of interstate trade or commerce shall be levied and collected by the government of India and such tax shall be apportioned between the union and state government. എന്ന് വെച്ചാൽ 269 പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ IGST ടാക്സാണ് വേണ്ടത്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എത്രയാണ് അപ്പോർഷൻ ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കും. ഇപ്പോൾ സെൻട്രൽ ഒരു 100 രൂപ വാങ്ങിയിട്ടുണ്ട്, 100 രൂപ ടാക്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 50 രൂപ ഏത് സ്റ്റേറ്റിലാണ് ഇൻക്വയർ ചെയ്ത് ആ സ്റ്റേറ്റിന് കൊടുക്കണം എന്നാണ് പറയണത്. അടുത്ത ആർട്ടിക്കിൾ 270. ആർട്ടിക്കിൾ 270 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തേക്കണം. എന്നുവെച്ചാൽ ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് സെൻട്രലും സ്റ്റേറ്റ് തമ്മിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്നുള്ളതിൻ്റെയാണ് ആർട്ടിക്കിൾ 270 പറഞ്ഞേക്കണം. പിന്നെ ആർട്ടിക്കിൾ 366(12)A സബ്ക്ലോസ് 12A പറയുന്നത് ഡിഫൈൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിഫൈൻ ചെയ്തേക്കണം ആർട്ടിക്കിൾ 366(12A). പിന്നെ സർവീസസ് ഡിഫൈൻ ചെയ്തേക്കണം ആർട്ടിക്കിൾ 366(26A). പിന്നെ ഡിഫൈൻ ഗുഡ്സ് ചെയ്തേക്കണം ആർട്ടിക്കിൾ 366(12). പിന്നെ ആർട്ടിക്കിൾ 366(26)B ആണ് ഡിഫൈൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ബേസിക്സ് ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് ഇത്രയുള്ളൂ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.